രാഗം മാത്ത് ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 27/5/2025 നടന്ന അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിലെ കണക്കിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധി എന്നാൽ ചുറ്റളവ്, അതുപോലെ പരപ്പളവ് എന്നാൽ വിസ്തീർണം, ഇവ തുല്യമായാൽ അതിൻ്റെ വ്യാസം എത്ര? അപ്പോൾ വൃത്തപരിധി ചുറ്റളവാണ്, പരപ്പളവ് എന്നാൽ വിസ്തീർണമാണ്. ഇവിടെ ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധിയും അതുപോലെ പരപ്പളവും തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷനാണ്, പരപ്പളവ് അഥവാ ഏരിയ വിസ്തീർണം കാണാനുള്ള ഇക്വേഷനാണ് പൈ ആർ സ്ക്വയർ. ആർ എന്നാൽ വൃത്തത്തിൻ്റെ ആരമാണ്, റേഡിയസ്. അതുപോലെ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് അഥവാ പരിധി കാണാനുള്ള ഇക്വേഷനാണ്, പരിധി ചുറ്റളവാണ് പഠിക്കുക. കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്. അപ്പോൾ പരപ്പളവ് പൈ ആർ സ്ക്വയർ, പരിധി കാണാനുള്ള ഇക്വേഷൻ 2πr. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വൃത്തത്തിൻ്റെ പരപ്പളവും പരിധിയും തുല്യമാണ്. അങ്ങനെയെങ്കിൽ പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 2πr എന്ന് എഴുതാം. പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 2πr, കാരണം പരപ്പളവും പരിധിയും തുല്യമാണ്. ഇവിടെ സമത്തിൻ്റെ ഇരുവശവും പൈ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, വെട്ടിക്കളയാം. അതുപോലെ തന്നെ സമത്തിൻ്റെ ഇടതുവശത്ത് ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ എന്നാൽ ആർ ഇൻറ്റു ആർ ആണ്. അതുപോലെ സമത്തിൻ്റെ വലതുവശത്തും ഒരു ആറുണ്ട്. അപ്പോൾ സമത്തിൻ്റെ വലതുവശത്തുള്ള ഒരു ആറും ഇടതുവശത്തുള്ള ഒരു ആറും നമുക്ക് വെട്ടിക്കളയാം. അതായത് ആർ സ്ക്വയറിൻ്റെ ആ സ്ക്വയർ അങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് ബാക്കിയുള്ളത്? സമത്തിൻ്റെ ഇടതുവശത്തൊരു ആറുണ്ട്, ഈക്വൽ ടു അപ്പുറത്ത് ബാക്കിയുള്ളത് 2 ആണ്. അപ്പോൾ ആർ ഈക്വൽ ടു 2. ആർ എന്നാൽ ആരം, റേഡിയസ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ വൃത്തത്തിൻ്റെ വ്യാസം എത്ര എന്നാണ്. വൃത്തത്തിൻ്റെ വ്യാസം എന്നാൽ ആരത്തിൻ്റെ ഇരട്ടിയാണ്. ആരം വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തപരിധിയിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈനിൻ്റെ നീളമാണ്, അതിൻ്റെ ഇരട്ടിയാണ് വ്യാസം. അപ്പോൾ ആരം 2 ആണെങ്കിൽ അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഉത്തരം 4 യൂണിറ്റ്. 100നും 200നും ഇടയിൽ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്ര? 100നും 200നും ഇടയിലുള്ള സംഖ്യകളെന്ന് പറയുമ്പോൾ 101 മുതൽ 199 വരെയുള്ള സംഖ്യകളാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുകയാണ്. അപ്പോൾ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നവ നമുക്ക് വേണ്ട, ആ തുക നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 101 മുതൽ 199 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. 101 മുതൽ 199 വരെയുള്ള സംഖ്യകളെന്ന് പറയുമ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ്, ഒന്ന് പൊതുവ്യത്യാസമുള്ള ഒരു സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n എന്ന് പറയുന്നത് സംഖ്യകളുടെ എണ്ണമാണ്. 101 മുതൽ 199 വരെ എത്ര സംഖ്യകളുണ്ട്? 99 സംഖ്യകൾ. നമുക്കറിയാം 1 തൊട്ട് 99 വരെ 99 സംഖ്യകളാണ്. അപ്പോൾ 101 തൊട്ട് 199 വരെയും 99 സംഖ്യകളുണ്ട്. എന്നിന് 99 എന്ന് കൊടുക്കുക. 99/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 101 ആണ്. ഇതിലെ ആദ്യ പദം 101 ആണ്, പ്ലസ് അവസാന പദം എന്ന് പറയുന്നത് 199 ആണ്. 99/2 ഇൻറ്റു 101ഉം 199ഉം കൂട്ടിയാൽ 300 കിട്ടും. അങ്ങനെയെങ്കിൽ 99/2 ഇൻറ്റു 300 ആണ് ചെയ്യേണ്ടത്. 2 ഇവിടെ 300ൽ 150 തവണ പോകും. അതായത് 300/2 150 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? 99 ഉണ്ട്, 150 ഉണ്ട്. 300 നമ്മൾ 2ൽ ഡിവൈഡ് ചെയ്തപ്പോൾ 150 കിട്ടി. 99നെ 150 കൊണ്ട് ഗുണിക്കണം. 99നെ 150 കൊണ്ട് ഗുണിച്ചാൽ 14,850 എന്ന് കിട്ടും. ഗുണിച്ച് നോക്കുക. 99നെ 150 കൊണ്ട് ഗുണിക്കുമ്പോൾ 14,850 ആണ് കിട്ടുക. എന്താ ഇത്? 101 മുതൽ 199 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും തുകയാണ്. പക്ഷെ നമുക്കിതിൽ
9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ ഒഴിവാക്കണം. കാരണം നമുക്ക് വേണ്ടത് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്തവ മാത്രമാണ്. അപ്പോൾ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 9ൻ്റെ ഗുണിതങ്ങളാണ് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നവ. അപ്പോൾ 9ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ എടുക്കണം. 100നും 200നും ഇടയിലുള്ളത് ഏതൊക്കെയാണ്? 100നും 200നും ഇടയിലുള്ള 9ൻ്റെ ഗുണിതങ്ങൾ നമുക്കറിയാം. 90 9ൻ്റെ ഗുണിതമാണ്. 90 കഴിഞ്ഞാൽ പിന്നെ 99 9ൻ്റെ ഗുണിതമാണ്. 99 കഴിഞ്ഞാൽ 108 9ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 100 കഴിഞ്ഞാൽ പിന്നെ ആദ്യം വരുന്നത് 108 ആണ്. 108നെ 9 കൊണ്ട് ഹരിക്കാം, അഥവാ 9ൻ്റെ ഗുണിതമാണ്. 200ന് തൊട്ട് മുൻപേയുള്ള 9ൻ്റെ ഗുണിതം കിട്ടാൻ നമുക്കറിയാം 180 18 9ൻ്റെ ഗുണിതമാണ്. 180 9ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 189 കഴിഞ്ഞാൽ പിന്നെ 198 9ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 108 തുടങ്ങി 198 അവസാനിക്കും അല്ലേ? അപ്പോൾ ആദ്യ പദം 108, അവസാന പദം 198. അങ്ങനെയെങ്കിൽ ഇവിടെയും ഈ 9ൻ്റെ ഗുണിതങ്ങളുടെ അല്ലെങ്കിൽ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ തുക നമ്മൾ സെപ്പറേറ്റ് കാണണം. കാരണം നമുക്ക് ആവശ്യമില്ല. നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 108 മുതൽ 198 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം 108 ആണ്, അവസാന പദം 198. ഇവിടെ n എത്രയാ? n എന്ന് പറയുന്നത് സംഖ്യകളുടെ എണ്ണാണ്. 108 മുതൽ 198 വരെ 9ൻ്റെ ഗുണിതങ്ങൾ. 9 9 9 കൂടി വരുന്നതെല്ലാം ഇനി 9ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 108 മുതൽ 198 വരെ എത്ര 9ൻ്റെ ഗുണിതങ്ങളുണ്ട്? പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. എന്താ ഇക്വേഷൻ? പദങ്ങളുടെ എണ്ണം n കണ്ടുപിടിക്കാൻ 108 മുതൽ 198 വരെ 9ൻ്റെ ഗുണിതങ്ങളാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അവസാന പദം 198 മൈനസ് ആദ്യ പദം 108 ബൈ പൊതുവ്യത്യാസം 9 9 കൂടി വരുമല്ലേ? അപ്പോൾ പൊതുവ്യത്യാസം 9 പ്ലസ് 1. ഇതാണ് പദങ്ങളുടെ എണ്ണം n കാണാനുള്ള ഇക്വേഷൻ. n = അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇത് ചെയ്യുമ്പോൾ 198 നിന്ന് 108 പോയി കഴിഞ്ഞാൽ 90. 90/9 പ്ലസ് 1 10 പ്ലസ് 1 11. അപ്പോൾ എന്ത് കിട്ടും? n-ൻ്റെ വാല്യൂ 11 എന്ന് കിട്ടും. അപ്പോൾ n നമുക്ക് 11 കിട്ടി. അപ്പോൾ 11/2 ഇൻറ്റു 108 പ്ലസ് 198. 198ഉം 100ഉം കൂടെ കൂട്ടുമ്പോൾ 298 വരും. അതിൻ്റെ കൂടെ ഒരു 8ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 306 വരും. 2 306ൽ എത്ര വട്ടം പോവും? 153 തവണ. 306നെ 2 കൊണ്ട് ഹരിച്ചാൽ 153 ആണ്. അപ്പോൾ ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഇവിടെ ഒരു 11 ബാക്കിയുണ്ട്, ഒരു 153ഉം ബാക്കിയുണ്ട്. അപ്പോൾ 11 ഇൻറ്റു 153. 11നെ 153 കൊണ്ട് ഗുണിച്ചാൽ 1683 കിട്ടും. ഗുണിച്ച് നോക്കുക. 11 ഇൻറ്റു 153 എത്രയാണ്? 1683. അപ്പോൾ ഇവിടെ നമുക്ക് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ? 101 മുതൽ അല്ലെങ്കിൽ 100നും 200നും ഇടയിലുള്ള സംഖ്യകളുടെ തുക. 101 മുതൽ 199 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും തുക എത്രയാണ്? 14850. നമുക്കതല്ല വേണ്ടത്. പിന്നെയോ അതിൽ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്തവയാണ്. അപ്പോൾ ഇതിൽ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നവ കുറേ എണ്ണമുണ്ട്. അതേതൊക്കെയാ? 108 തൊട്ട് 198 വരെ നമ്മൾ കണ്ടുപിടിച്ചു. അവയുടെ തുക 1683 ആണ്. അത് നമുക്ക് വേണ്ട. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം കിട്ടിയ 14850ൽ നിന്ന് നമ്മൾ ഈ രണ്ടാമത് കിട്ടിയ 1683 കുറയ്ക്കണം. കാരണം അത് നമുക്ക് ആവശ്യമില്ല. അത് കുറയ്ക്കുമ്പോൾ നോക്കാം നമുക്ക്. 14850ൽ നിന്ന് 14850 മൈനസ് 1683. ഇവിടെ 0 എന്ന് കുറക്കാൻ പറ്റില്ല. കട എടുക്കുക. 10 നിന്ന് 3 പോയാൽ 7. ഇവിടെ 4ആണുള്ളത്. ഒന്ന് കട എടുക്കുക. 14 നിന്ന് 8 പോയാൽ 6. ഇവിടെ 7 ബാക്കിയുണ്ട്. 7 നിന്ന് 6 പോയാൽ 1. 4 നിന്ന് 1 പോയാൽ 3. ഈ 1. അപ്പോൾ 13167. 13167 നമ്മുടെ ഉത്തരം. ഏതാണ് ഓപ്ഷൻ? 13167 ഡി ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേ? 100നും 200നും ഇടയിലുള്ള എല്ലാ സംഖ്യകളുടെയും തുക ആദ്യം കണ്ടുപിടിച്ചു. നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്തവയാണ് വേണ്ടത്. അതുകൊണ്ട് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ തുക നമ്മൾ കണ്ടിട്ട് അതൊഴിവാക്കി. അപ്പോൾ അതൊഴിവാക്കുമ്പോൾ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക കിട്ടും. ഒരു ക്ലോക്കിലെ മിനിറ്റ് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ത്?
ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട് എന്നാണ് പറഞ്ഞേ. അത് രാവിലെ 6:05 മുതൽ, അപ്പോൾ 6:05 സമയത്ത് മിനിറ്റ് സൂചി 1 ഉണ്ടാവുക. 6:05 എന്ന സമയത്ത് മിനിറ്റ് സൂചിയുടെ സ്ഥാനം 1 6:05 മുതൽ രാവിലെ 6:40 വരെ, അപ്പോൾ 6:05 കഴിഞ്ഞ് 6:40 ആകുമ്പോൾ മിനിറ്റ് സൂചി 8 അല്ലേ, 1 നിന്ന് 8 അപ്പോൾ ചോദ്യം ഇതാണ്, മിനിറ്റ് സൂചി ഈ 1 നിന്ന് 8 സമയത്ത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? അപ്പോൾ 1 നിന്ന് 8 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി സഞ്ചരിച്ച ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ് വിസ്തീർണമാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെ ഒരു അംശമാണ്, വൃത്താംശമാണ്, അഥവാ സെക്ടറാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു സെക്ടറാണ്. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സെക്ടറിൻ്റെ വിസ്തീർണമാണ്. അപ്പോൾ സെക്ടറിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്, അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ഒരു സെക്ടറിൻ്റെ വിസ്തീർണം θ/360 ഇൻറ്റു ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം πr² ആണ്. വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ് സെക്ടർ. അപ്പോൾ വൃത്തത്തിൻ്റെ വിസ്തീർണം πr² ആണ്. സെക്ടറിൻ്റെ വിസ്തീർണം θ/360 ഇൻറ്റു πr². അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സെക്ടറിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുക. തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു സൂചി 1 നിന്ന് 8 അവിടെ ഉണ്ടാക്കുന്ന കേന്ദ്ര കോണാണ്. ഇവിടെ ഒരു കോൺ ഉണ്ടാക്കും 1 നിന്ന് 8 അപ്പോൾ ഈ ഒരു കേന്ദ്ര കോണിനാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ 1 നിന്ന് 8 കോണളവ് കിട്ടാൻ എളുപ്പമാണ്. ഒരു ക്ലോക്കിലെ ഒരു ഡിവിഷൻ 30 ഡിഗ്രിയാണ്. അതായത് 1 തൊട്ട് 2 വരെ, 2 തൊട്ട് 3 വരെയൊക്കെ 30 ഡിഗ്രി വച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 1 നിന്നും 8 7 ഡിവിഷൻ ഉണ്ട്. 8 - 1 ചെയ്താൽ മതി. 1 നിന്ന് 8 എത്ര ഡിവിഷൻ ഉണ്ട്? 7 ഡിവിഷൻ. അപ്പോൾ ഒരു ഡിവിഷൻ 30 ഡിഗ്രിയാണ്. അപ്പോൾ 7 ഡിവിഷൻ 30 × 7 210 ഡിഗ്രി വരും. അതല്ലെങ്കിൽ ഇവിടെ ഓരോ ഡിവിഷനും 30 വെച്ച് കൗണ്ട് ചെയ്യുക. 1 നിന്ന് 2 30, 2 നിന്ന് 3 ആകുമ്പോൾ 60 പിന്നെ 90, പിന്നെ 120, പിന്നെ 150, പിന്നെ 180, പിന്നെ 210. അപ്പോൾ തീറ്റ 210 ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 210 / 360 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 എന്ന് കൊടുക്കുക. 3.14 ഉണ്ട്. അപ്പോൾ ഇവിടെ സോൾവ് ചെയ്യാൻ എളുപ്പം 22/7 ആണ്. ഇൻറ്റു r². r² എന്നാൽ ആരമാണ്. ഇവിടെ ആരമായിട്ട് എടുക്കേണ്ടത് സൂചിയുടെ നീളമാണ്. കാരണം ഇവിടെ സൂചിയാണ് വൃത്താകൃതിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ റേഡിയസ്, ആരം എന്ന് പറയുന്നത് സൂചിയുടെ നീളമാണ്. അത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആരത്തിൻ്റെ അവിടെ 5 എന്ന് കൊടുക്കാം. അപ്പോൾ 5². അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് സോൾവ് ചെയ്തെടുക്കുക. താഴെയുള്ള 360ൻ്റെ 0 മുകളിലുള്ള 210ൻ്റെ 0 വെട്ടിക്കളയാം. താഴെയുള്ള 7 21ൽ 3 തവണ പോകും. 7 21ൽ 3 തവണ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ഒന്നുകൂടി ഞാൻ എടുത്തെഴുതുവാണ്. മുകളിൽ 3 ഉണ്ട്, മുകളിൽ ഒരു 22 ഉണ്ട്, ഒരു 5ൻ്റെ സ്ക്വയർ 25 ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ ഒരു 36 ഉണ്ട്. അപ്പോൾ ഇവിടെ 3/36 നമുക്കറിയാം. 3/36 12 തവണയാണ് പോകുന്നത്. 12 3 ആണ് 36. അപ്പോൾ 3/36 12 തവണ. ഇനി ചെയ്യാൻ പോകുന്നത് മുകളിലുള്ള 22നെ പകുതിയാക്കുവാണ് 11. അതുപോലെ താഴെയുള്ള 12നെയും പകുതിയാക്കുവാണ് 6. അപ്പോൾ മുകളിലും താഴെയും ഒരുപോലെ പകുതിയാക്കുന്നത് കൊണ്ട് വിലയിൽ വ്യത്യാസം വരുന്നില്ല. 22നെയും പകുതിയാക്കി 11, താഴെയുള്ള 12നെയും പകുതിയാക്കി 6. ഇപ്പോൾ എന്താ ബാക്കിയുള്ള 11 × 25/6. 11 25 എന്ന് പറയുന്നത് 10 25 250. അപ്പോൾ ഒരു 25 കൂടി കൂട്ടിയാൽ 11 25ആയി. അപ്പോൾ 11 25 275 ആണ് /6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 275/6 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിലുള്ളതൊക്കെ മിശ്ര ഭിന്നത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരത്തെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. അതായത് 275/6 ഹരിക്കുക. അപ്പോൾ 275 / 6 ഹരിച്ചാൽ ഇവിടെ നോക്കാം. 27ൽ 6 4 പ്രാവശ്യം, 4 6 24. ബാക്കി 3 ഉണ്ട്. 5 താഴ്ത്തിയിട്ടാൽ 35. 35ൽ 6 5 പ്രാവശ്യം പോവും. 5 6 30 ആണ്. ഇവിടെ ശിഷ്ടം 5 വരും. അപ്പോൾ ഇനി എങ്ങനെയാണ് മിശ്ര ഭിന്നാക്കി എഴുതുക?
ആദ്യം ഹരണഫലം എഴുതണം 45, അപ്പോൾ 45 എഴുതി. പിന്നെ ശിഷ്ടം എഴുതണം 5, അപ്പോൾ 45 5. ഒരു ബൈ ഇട്ടിട്ട് ഇവിടെ 6 എന്നുള്ള നമ്പർ കൊണ്ടാണ് ഹരിച്ച് 6 എഴുതുക. അപ്പോൾ ഉത്തരം എന്താണ്? 45 5/6 യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. വിസ്തീർണത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 45 5/6 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ ഒരു ക്ലോക്കിൻ്റെ തന്നെ ഡാറ്റ തന്നിട്ട് ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്. അത് ഈ ഒരു സൂചിയുടെ അറ്റം സഞ്ചരിച്ച ദൂരമാണ്. ഈ സൂചിയുടെ അറ്റം ആദ്യം ഒന്നിന് നേരെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനവിടെ എ എന്ന് മാർക്ക് ചെയ്തു. ഈ സൂചിയുടെ അറ്റം പിന്നെ 8ലാണ് എത്തുന്നത്. അവിടെ ഞാൻ ബി എന്നും മാർക്ക് ചെയ്തു. അപ്പോൾ സൂചിയുടെ അറ്റം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എ തൊട്ട് ബി വരെയുള്ള ഈ ഒരു ആർക്കിൻ്റെ ലെങ്ത്താണ്. ഈ ഒരു ആർക്കിൽ കൂടെയാണ് ആ സൂചി സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ സൂചിയുടെ അറ്റം സഞ്ചരിക്കുന്ന ചോദ്യം ചോദിച്ചാൽ ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആർക്കിൻ്റെ ലെങ്ത്താണ് കാണേണ്ടത്. ആർക്ക് ലെങ്ത്ത്. അപ്പോൾ അത് കാണാൻ ഒരു സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത്ത് കാണാനും ഇക്വേഷൻ ഉണ്ട്. ഇവിടെ വിസ്തീർണം θ/360 × πr² ആണ്. എന്നാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ θ/360 × 2πr. 2πr ആണ് വൃത്തത്തിൻ്റെ പരിധി അഥവാ ചുറ്റളവ്. വൃത്തപരിധി ചുറ്റളവാണ് 2πr. ആ പരിധിയുടെ ഒരു ഭാഗമാണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ആർക്കിൻ്റെ നീളം. അപ്പോൾ നമ്മളോട് ചോദിക്കും ഈ ഒരു സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്ര? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കാണേണ്ടത് ഇക്വേഷൻ എന്താണ്? θ/360 × 2πr ആണ്. അപ്പോൾ ഇതും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ കൂടെ പഠിക്കുക. വിസ്തീർണം θ/360 × πr² ആണ്. എന്നാൽ ഈ സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം കിട്ടാൻ θ/360 × 2πr ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? 45 5/6 സെൻറ്റിമീറ്റർ സ്ക്വയർ. x - 1/x = 3, x ≠ 0 ആയാൽ x⁴ + 1/x⁴ വില എന്ത്? ഈ ചോദ്യം x - 1/x തന്നിട്ടും ചോദിക്കാം, x + 1/x തന്നിട്ടും ചോദിക്കാം. എങ്ങനെയാണ് രണ്ടും ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് x - 1/x = ഒരു വാല്യൂ തന്നാൽ അതിൽ നിന്ന് x² + 1/x² കണ്ടുപിടിക്കാം. x - 1/x തന്നാൽ അതിൽ നിന്ന് x² + 1/x² കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? x - 1/x = a ആണെങ്കിൽ x² + 1/x² കിട്ടാൻ a² ചെയ്തിട്ട് ഇവിടെ തന്നത് x - 1/x ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ചെയ്യണം. ഇവിടെ മൈനസ് ആണ് നമുക്ക് തരുന്നെങ്കിൽ പ്ലസ് ചെയ്യണം. എത്രയാണ് പ്ലസ് ചെയ്യണ്ടേ? 2. അപ്പോൾ x - 1/x നമുക്ക് a എന്ന് തന്നാൽ x² + 1/x² കിട്ടാൻ a² + 2. ഇനി നമുക്കിപ്പോൾ x + 1/x ആണ് തരുന്നതെന്ന് വിചാരിക്കുക a. അങ്ങനെയെങ്കിൽ x² + 1/x² കിട്ടാൻ a² ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ -2. അപ്പോൾ നമുക്ക് x - 1/x ആണ് തരുന്നതെങ്കിൽ a² + 2 ചെയ്യണം. x + 1/x ആണ് തരുന്നതെങ്കിൽ a² - 2 ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇതുപോലെ x² + 1/x² വാല്യൂ കണ്ടുപിടിക്കാം. നമുക്കിവിടെ x - 1/x = 3 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് x² + 1/x² കിട്ടാൻ എന്താ ചെയ്യണ്ടേ? 3² ഇവിടെ മൈനസ് ആണ് തന്നിരിക്കുന്നത്. x - 1/x ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് +2 ചെയ്യണം. 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 + 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? x² + 1/x² വില നമുക്ക് 11 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. x² + 1/x² = 11. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x⁴ + 1/x⁴ ആണ്. x⁴ + 1/x⁴ ആണ്. നമുക്ക് ആദ്യം തന്നത് x - 1/x. എക്സിൻ്റെ സ്ക്വയർ ആണ് x². അപ്പോൾ x - 1/x തന്നിട്ട് x² + 1/x² ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് x തന്നിട്ട് അതിൻ്റെ സ്ക്വയർ x² വരുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് x⁴ + 1/x⁴ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന 11 x² + 1/x² ആണ്. x² സ്ക്വയറിൻ്റെ സ്ക്വയർ ആണ് x⁴.
നേരത്തെ എക്സിൻ്റെ സ്ക്വയർ ആയിരുന്നു എക്സ് സ്ക്വയർ. ഇപ്പോൾ എക്സ് സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ സ്ക്വയറാണ് എക്സ് റൈസ് ടു 4. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് മെത്തേഡാണോ ചെയ്തത് അതേ മെത്തേഡ് തന്നെ ഒരു തവണ കൂടി ചെയ്യുക. അപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതൊരു ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4 കിട്ടാൻ എന്ത് ചെയ്യണം? ബി സ്ക്വയർ, നമ്മളുടെ കയ്യിലുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ആണ്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 2 ചെയ്യണം. ഇവിടെ പ്ലസ് അല്ലേ ഉള്ളത്, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? -2. ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 11 ആണ് ബി. അപ്പോൾ 11 സ്ക്വയർ മൈനസ് 2, 11ൻ്റെ സ്ക്വയർ 121 ആണ്. 121 മൈനസ് 2 ചെയ്യുമ്പോൾ 119 കിട്ടും. അപ്പോൾ എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4ൻ്റെ വില എന്താണ്? 119. അപ്പോൾ എക്സ് മൈനസ് 1/xൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എത്തിയത്, അതേ ഒരു മെത്തേഡ് തന്നെയാണ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൽ നിന്ന് എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4 കിട്ടാനും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഉത്തരം എന്താണ്? 119 ആണ്. 16 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിൻ്റെ പരപ്പളവ് എന്ത്? സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഓരോ വശവും 4 സെൻറ്റിമീറ്റർ വീതമാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 വശവും കൂട്ടിയാൽ 16. സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ട് 4 4 4 4 വച്ച് 16 സെൻറ്റിമീറ്ററാണ് ചുറ്റളവ്. ഇതിൻ്റെ അകത്ത് കൊള്ളാവുന്ന വൃത്തത്തിൻ്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമചതുരത്തിൻ്റെ അകത്ത് കൊള്ളാവുന്ന വൃത്തമാണ് വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഈ വൃത്തത്തിൻ്റെ ഡയമീറ്ററും ഈ സമചതുരത്തിൻ്റെ വശവും തുല്യമാണ്. ഈ വൃത്തത്തിൻ്റെ വ്യാസവും ഈ സമചതുരത്തിൻ്റെ വശവും തുല്യമാണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ തന്നെയാണ് വൃത്തത്തിൻ്റെ വ്യാസം. അതുകൊണ്ട് വൃത്തത്തിൻ്റെ ആരം അതിൻ്റെ പകുതി, 4ൻ്റെ പകുതി 2 സെൻറ്റിമീറ്റർ. അപ്പോൾ വൃത്തത്തിൻ്റെ ആരം ആർ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൃത്തത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം. പരപ്പളവ് ഏരിയ വിസ്തീർണം πr സ്ക്വയർ ആണ്. പൈയുടെ വില നമുക്ക് 3.14 എന്ന് കൊടുക്കാം. കാരണം ഉത്തരമെല്ലാം പോയിൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3.14 പൈക്ക് കൊടുക്കാം. ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ ആരം 2 ആണ്, 2 സ്ക്വയർ ചെയ്യണം. അപ്പോൾ 3.14 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. 3.14നെ 4 കൊണ്ട് ഗുണിക്കണം. നമുക്കറിയാം 3 4 12 ആണ്. 3 4 12 ആണ്. ഇവിടെ 0.14 കൂടിയുണ്ട്, അത് 4 എണ്ണം എടുക്കണം. 3ഉം 4 എണ്ണം എടുക്കണം. 0.14 ഉണ്ട്, അതും 4 എണ്ണം എടുക്കണം. 0.14നെ 4 കൊണ്ട് ഗുണിക്കുക. നമുക്കറിയാം 14 ഇൻറ്റു 4 എത്രയാ? 14 ഇൻറ്റു 2 28 ആണ്. വീണ്ടും ഒരു 28 കൂടി എടുക്കുമ്പോൾ 56 വരും. അപ്പം 4 14 56 ആണ്. അപ്പോൾ 12.56 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ വൃത്തത്തിൻ്റെ പരപ്പളവ്.